ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ ജയിലിൽ കിടന്നപ്പോ കാണാൻ ആഗ്രഹിച്ച കുറച്ചു പേർ ഇവിടെ ഉണ്ടല്ലോ. ആ കണക്കുകൾ തീർക്കാതെ എനിക്ക് എങ്ങനെയാ സ്വാമി കിടന്നാൽ ഉറക്കം വരിക? അതുകൊണ്ട് മാണിക്കോത്തേക്കല്ല ഞാൻ പോകുന്നത്, പ്ലാമൂട്ടിലേക്കാ. പിന്നെ യോഹന്നാനെ, എടാ എന്റെ മകനെ ജയിലിൽ നിന്ന് ഇറക്കണമെന്ന് ഞാൻ വിചാരിച്ചത് കൊണ്ടാ അവനിപ്പോ ഇറങ്ങുന്നേ. ഇറങ്ങിയിട്ട് എന്തൊക്കെ കാണിക്കണമെന്നുള്ളത് അവന്റെ വിചാരം പോലെ ഇരിക്കും. അവൻ എന്ത് വിചാരിച്ചാലും വെളിയിൽ ഇറങ്ങി എന്തെങ്കിലും അധിക പ്രസംഗം കാണിക്കാനാണ് അവന്റെ ഉദ്ദേശമെങ്കിൽ അതെ, അവൻ ആപത്താ. തലതെറിച്ച പയ്യൻ തന്തയുടെ ചൊൽപ്പടിയിൽ നിൽക്കില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് വീട്ടിലെ പട്ടിക്കൂട്ടിൽ പൂട്ടിയിട്ട് വളർത്തിയാലും വേണ്ടിയില്ല. പേ പിടിച്ചവനെ പോലെ തെരുവിലേക്ക് ഇറക്കി വിടരുത്. വിട്ടാൽ തെരുവ് പട്ടിയെ തല്ലി കൊല്ലുന്നത് പോലെ നടു റോഡിലിട്ട് തീർക്കും ഞങ്ങൾ അവനെ. ഒടുവിൽ നിനക്ക് നിന്റെ മകന്റെ മുഖം മോർച്ചറിയിൽ പോയി കാണേണ്ടി വരും. ഓ എടാ, അവന്റെ ചരട് എന്റെ കയ്യിൽ നിന്ന് പോയിട്ട് വർഷങ്ങളായി. ഇത് നീയായിട്ട് തുടങ്ങി വെച്ചതല്ലേ, ഞാനായിട്ട് തീർക്കുന്നില്ല യോഹന്നാനെ. മോർച്ചറിയില് ആരെ വേണമെങ്കിലും കിടത്താവല്ലോ. നിന്റെ ഭാര്യയ്ക്കും മോക്കും അതിന്റെ മുന്നിൽ വന്ന് നിന്ന് വാവിട്ട് അലച്ച് കരയാൻ യോഗം ഉണ്ടെങ്കിൽ പിന്നെ ഞാനായിട്ട് അതിന് തടസ്സം നിൽക്കുന്നില്ലടാ. എടാ, ജയിലിൽ നിറങ്ങുന്നത് ശിവനാ. ശിവന് സംഹാരമൂർത്തി എന്നൊരു പേര് കൂടിയുണ്ട്. ഓ, ഇനി നിനക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. സമയമുണ്ടെങ്കിൽ ആ വേദപുസ്തകം ഒന്ന് തുറന്നു നോക്കണം. അതിൽ പറഞ്ഞിട്ടുണ്ട് യോഹന്നാനെ, പാപത്തിന്റെ ശമ്പളം മരണമാണെന്ന്. എടാ, ഇനിയെങ്കിലും നീ ഒന്ന് അടങ്ങ്, ഇല്ലെങ്കിൽ നിന്നെ അവ അടക്കും. പള്ളിപ്പറമ്പിലല്ല, അങ്ങ് തെമ്മാടിക്കുഴിയില്. പെടുമരണം ചോദിച്ച് വാങ്ങിക്കാൻ നിൽക്കാതെ എവിടെയെങ്കിലും പോയി ഒളിക്കാൻ നോക്കടാ. എടാ, നാളത്തെ സൂര്യൻ ഉദിക്കുന്നത് തന്നെ ശിവന്റെ വരവിന് വേണ്ടിയാ. ഒതുങ്ങി നിന്നോണം. അവന്റെ നിഴൽ നിന്റെയും നിന്റെ മകന്റെയും നേരെ വരാതിരിക്കാൻ. നീ മുട്ടിപ്പായി പ്രാർത്ഥിച്ചോ, ആയുസിന് മുട്ട് വരാതിരിക്കാൻ. ഹലോ ഹലോ, എടാ മകേന്ദ്ര, അവൻ പുറത്തിറങ്ങട്ടെ. ബാക്കി എന്താ വേണ്ടതെന്ന് ഈ യോഹന്നാൻ അറിയാം. സ്വാമി, നാളെ ശിവൻ ഇവിടെ എത്തുന്നതുവരെ സ്വാമി കൂടെ ഉണ്ടാവണം. അത് ശിവന്റെ രക്ഷയെ കരുതിയല്ല, അവനെ തിരിച്ച് വീണ്ടും ജയിലിലേക്ക് അയക്കാതിരിക്കാൻ വേണ്ടിയാ. ശിവൻ കുഞ്ഞ് ഞാൻ കാറിൽ കയറി കഴിഞ്ഞാൽ കാറിന്റെ തൊട്ട് മുന്നിൽ നീ ഉണ്ടാവണം. ശിവൻ കുഞ്ഞിനെ സുരക്ഷിതമായി വീട്ടിലെത്തിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഞാൻ മഹേന്ദ്ര സാറിന് വാക്ക് കൊടുത്തതാണ്. പ്ലാമൂട്ടുകാരെ അറിഞ്ഞുകൊണ്ടൊരു അറ്റാക്കിന് ശ്രമിക്കോ? എടാ, ശിവൻ കുഞ്ഞ് ജയിലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ആദ്യം ചെല്ലുന്നത് പ്ലാമൂട്ടുകാരുടെ നെഞ്ചത്തായിരിക്കുമെന്ന് അവർക്കറിയാമല്ലോ. ഒരു മുൻകരുതൽ എന്ന വണ്ണം കുഞ്ഞിനെ ബ്ലോക്ക് ചെയ്യാൻ അവർ ശ്രമിക്കുമല്ലോ. ശിവൻ സാറിനെ കൊണ്ടുപോകാൻ മറ്റാരും വരാത്തോണ്ട് സാറ് നമ്മളോടൊപ്പം വരാനാ സാധ്യത. എടാ, നീ ഉദ്ദേശിച്ചത് ശിവകുഞ്ഞിന്റെ ഇറത്തായി നടക്കുന്ന കുട്ടിയുടെ കാര്യമാണോ? അവനെ ബ്ലോക്ക് ചെയ്യാൻ ഞാൻ ആളെ നിർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ജയിലിന്റെ 7 അയലത്തേക്ക് അവനെ അവരടുപ്പിക്കില്ല.
ഒപ്പിട്. ഉം. ഞങ്ങള് തകരപ്പുറമ്പിലുണ്ട്. ഈ വഴി എന്തായാലും കുട്ടി വരില്ല. പിന്നെ വരുന്ന വഴി നീ നിൽക്കുന്ന വഴിയാ. ഏയ്, ഈ വഴി ഒരാൾ ജയിലിലേക്ക് പോയിട്ടുമില്ല, തിരികെ വന്നിട്ടുമില്ല. ഉറപ്പാണോടാ? ആ ബൈക്കിൽ പോകുന്നത് ആരാ? അവനാണോ? ഏയ്, അവനായിരിക്കില്ല. എന്തായാലും കുട്ടിയല്ല. പാവം കൊണ്ട എന്നെ നോക്കി ചമ്മി നിൽക്കുക. കുട്ടി ആരാ മുതല്? ഇവനെ വിറ്റ കാശ് എന്റെ കയ്യിലുണ്ട്. ആ ഹലോ, അവിടുത്തെ കാര്യം നീ ശ്രദ്ധിച്ചോണം. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. കാണുന്നില്ലല്ലോ സ്വാമി. ഇപ്പൊ വരുവടേ. ആ അടുക്ക് ഇറങ്ങിയല്ലോ. കുഞ്ഞെ, വണ്ടി റെഡി. അവിടെ വീട്ടിൽ കുഞ്ഞിനെ കാണാൻ അച്ഛനും അമ്മയും ചന്ദ്രയും എല്ലാം കാത്തിരിക്കുക. അവർക്കെന്നെ എപ്പോ വേണേലും കാണാലോ. പക്ഷേ ഞാൻ ജയിലിൽ കിടന്നപ്പോ കാണാൻ ആഗ്രഹിച്ച കുറച്ചു പേർ ഇവിടെ ഉണ്ടല്ലോ. ആ കണക്കുകൾ തീർക്കാതെ എനിക്ക് എങ്ങനെയാ സ്വാമി കിടന്നാൽ ഉറക്കം വരിക? അതുകൊണ്ട് മാണിക്കോത്തേക്കല്ല ഞാൻ പോകുന്നത്, പ്ലാമൂട്ടിലേക്കാ. യോഹന്നാന്റെ തട്ടകത്തിലേക്ക്. ഇത് ശിവോഹം, എനിക്കിത് നിയോഗം. പക്ഷേ അവർക്കത് വിയോഗം. അല്ല കുഞ്ഞെ, അതിപ്പോ മഹേന്ദ്ര സാറ് കണക്കുകൾ പിന്നത്തേക്ക് ബാക്കി വെക്കുന്ന സ്വഭാവം ഈ ശിവനില്ലെന്ന് സ്വാമിക്ക് അറിയാലോ. കൊടുക്കേണ്ടത് കൊടുക്കേണ്ട സമയത്ത് തന്നെ പലിശ സഹിതം തിരിച്ചു കൊടുക്കണം. എന്ത് ചെയ്യാനാ? അതാണ് ശീലം. അതൊക്കെ ശരിയാണ് കുഞ്ഞെ, പക്ഷേ ഇപ്പൊ അവരുടെ സമയമാണ്. കണ്ടില്ലേ, ഈ കളിയിൽ ആദ്യത്തെ നീക്കത്തിൽ തന്നെ അവര് ജയിച്ചത്. പറ്റിയ സമയം നോക്കി നമുക്ക് കാത്തിരിക്കാം. അനുകൂലമായ സന്ദർഭം വരുമ്പോ നമുക്ക് തിരിച്ചടിക്കാം. അതാണ് ബുദ്ധി. അവിടെ സ്വാമിക്ക് തെറ്റി.